പ്രവാസികൾ അവയവദാനം പ്രോത്സാഹിപ്പിക്കുവാൻ കൂടുതലായി കടന്നുവരണമെന്ന് ബഹ്റിൻ സീറോ മലബാർ സൊസൈറ്റിയുടെ പ്രഥമ ജീവകാരുണ്യ അവാർഡിന് അർഹനായ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാനായ ഫാദർ ഡോക്ടർ ഡേവിഡ് ചെർമേൽ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഓർഗൻസ് എല്ലാം നമ്മുടെ മരണശേഷം അനേകർക്ക് ജീവിതം കൊടുക്കാൻ പറ്റും. അത് ഇന്ന് പ്രവാസി മലയാളികളുടെ ഇടയിലേക്ക് കടന്നു ചെന്നാൽ അവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ മരണശേഷം കൂടെ അവരുടെ ആ നന്മ പ്രവൃത്തി നീളാനായിട്ട് കാരണമാകും. കേരളത്തിൽ കിഡ്നി രോഗികളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് ഏജന്റുമാരുടെ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വ്യവസ്ഥിതമായ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇവർക്കെതിരെ തടയിടാൻ പറ്റുകയുള്ളെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമേഹവും ഹൈപ്പർ ടെൻഷനുമാണ് കിഡ്നി രോഗങ്ങളുടെ പ്രധാന കാരണമായുള്ളതെന്നും കേരളത്തിലെ 30% രോഗികളും GCC രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയവരാണെന്ന് പഠനം തെളിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ തേടിയെത്തുന്ന അംഗീകാരങ്ങൾ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണെന്നും ഒരു മതവും അവയവദാനം എതിർക്കുന്നില്ലെന്നും മതനേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയാൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കിഡ്നി ഫെഡറേഷന്റെ പ്രവർത്തനത്തെ എത്തിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും മസ്തിഷ്ക മരണം സംഭവിക്കുന്നതോടെ അവയവദാനത്തിനുള്ള ബോധവൽക്കരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഗൾഫ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഓഫീസ് തുറക്കാൻ പദ്ധതിയുണ്ടെന്നും സൗജന്യ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഭാവിയിൽ നടത്താൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന സെപ്റ്റംബറിൽ തൃശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബോബി ദേവരിൽ, ജയ്ഹിന്ദ് ന്യൂസ്, ബഹ്റിൻ.